യഥാർത്ഥത്തിൽ ഒരു വനിതാ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ആരോഗ്യമന്ത്രി എന്നതിലുപരിയായിട്ട് ഒരു വനിതാ മന്ത്രി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എത്രയൊക്കെ ആയാലും ഇത്തരത്തിലുള്ള ഒരു പീഡന കേസ് അതുപോലെ തന്നെ അതിന്റെ എല്ലാ തെളിവുകളോടും കൂടി വെളിയിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനുശേഷം സാക്ഷി പറയുന്ന അവിടുത്തെ സൂപ്രണ്ട് എന്ന് പറയുന്ന നേഴ്സ്, അപ്പം ഒരു പീഡനം അനുഭവിക്കുന്ന ഒരു സ്ത്രീ അത് കണ്ടു നിന്ന സാക്ഷി അതിന് സാക്ഷിമൊഴി കൊടുക്കാൻ തയ്യാറായി എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ ആ സ്ത്രീക്ക് ഈ സർക്കാർ ഒരു പിന്തുണ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തെ പറ്റി വാതോരാതെ സംസാരിക്കുന്ന LDFന്റെ ഗവൺമെന്റ്, CPMന്റെ വനിതാ നേതാക്കൾ ഇവരൊക്കെ ഉള്ള സാഹചര്യത്തിലാണ് ഈ അതിജീവിതയ്ക്കൊപ്പം നിന്നു എന്നുള്ള കാരണത്താൽ ഈ നേഴ്സ് സൂപ്രണ്ടിന് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നേരിടേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ടായിട്ട് പോലും ജോലിയിൽ കയറ്റാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ രീതിയിൽ അതിനകത്ത് രാഷ്ട്രീയമുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് മാത്രമാണ്, അതായത് CPMവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രതികളെ രക്ഷപ്പെടുത്തണം എന്നുള്ള നിലയ്ക്ക് നമ്മൾ നിരവധി കേസുകൾ കണ്ടിട്ടുണ്ടല്ലോ. ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, ഇത് ആദ്യ സംഭവം എന്നുള്ള നിലയ്ക്ക് കാണേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം. ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ നിരന്തരമായി കേരളത്തിൽ നടക്കുകയാണ്. വാളയാറാണെങ്കിലും വണ്ടിപ്പെരിയാറാണെങ്കിലും സംഘടനയ്ക്കുള്ളിൽ നിന്നുണ്ടായ മറ്റ് പീഡന കേസുകളാണെങ്കിലും അത് ഒരു ആരോഗ്യമന്ത്രി സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ആരോഗ്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ വനിതാ മന്ത്രിയാണ്, ഇടതുപക്ഷ സർക്കാരിലെ മന്ത്രിയാണ്. ആ മന്ത്രിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകേണ്ടി വരുന്നതെന്ന് കേൾക്കുമ്പോൾ അത് തീർത്തും നമുക്ക് അത്രമേൽ നമ്മളെ നിരാശപ്പെടുത്തുന്നു എന്നുള്ള കാര്യമാണ് ഇതിൽ പറഞ്ഞു വെക്കാനുള്ളത്. ഇടവേള